ഹലോ ഓൾ, നമുക്ക് അടുത്തത് പാർട്സ് ഓഫ് CRO ആണ്. നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്, അതിന്റെ ബേസിക് ഡയഗ്രത്തിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ CRO കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. അതിൽ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിന്റെ കാഥോഡ് റേ ട്യൂബ് ആണ്. കാഥോഡ് റേ ട്യൂബ്. ആ കാഥോഡ് റേ ട്യൂബിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്? ഒന്ന് ഇലക്ട്രോൺ ഗൺ ഉണ്ട്, പിന്നെ ഒരു ഡിഫ്ലക്ഷൻ പ്ലേറ്റ് സിസ്റ്റം ഉണ്ട്, ഒരു ഫ്ലൂറസൻ സ്ക്രീൻ ഉണ്ട്, ഒരു ഗ്ലാസ് എൻവലപ്പ് ഉണ്ട്, ഇതിന് വെക്കാനായിട്ടുള്ള ഒരു ബേസ് ഉണ്ട്, ഇല്ലേ? അപ്പൊ ഇലക്ട്രോൺ ഗണ്ണിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? നമുക്ക് അതിനകത്ത് ഒരു കോൺസെൻട്രേറ്റഡ് സെറ്റ് ഓഫ് ബീം അയക്കണം, മാത്രമല്ല അതിനെ ആക്സിലറേറ്റ് ചെയ്യണം, അതിനെ കൺട്രോൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രോൺ ഗണ്ണിന്റെ അറേഞ്ച്മെന്റ്. പിന്നെ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബീമിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റാം, വെർട്ടിക്കൽ ആയിട്ട് ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ വെർട്ടിക്കൽ ആയിട്ട് ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റാം. അതിനുവേണ്ടി നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഉണ്ടാവും. പിന്നെ ഇതൊക്കെ പാടെ ചെന്ന് വീഴാനായിട്ടൊരു ഫ്ലൂറസൻ സ്ക്രീൻ ഉണ്ടാവും. ആ ഫ്ലൂറസൻ സ്ക്രീനിന്റെ മുകളിൽ നമ്മൾ ഫോസ്ഫർ ഒക്കെ കോട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്കിത് ഒരു ഗ്ലാസ് എൻവലപ്പ് വെച്ചിട്ടുണ്ടാവും, ഇത് പുറത്തൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും, കാരണം നമുക്കത് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ പാടെ ഒരു സെറ്റ് ഓഫ് ഒരു ബേസിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. സോ ഇലക്ട്രോൺ ഗണ്ണിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇറ്റ് എമിറ്റ്സ് ദി ഇലക്ട്രോൺസ് ആൻഡ് ഫോംസ് ദം ഇൻടു എ ബീം. ഒരു ബീമാക്കി മാറ്റുന്നു. അതിനകത്ത് എന്തൊക്കെ ഭാഗങ്ങളുള്ളത്? ഹീറ്റർ, കാഥോഡ്, കൺട്രോൾ ഗ്രിഡ്, പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്, ഫോക്കസിംഗ് ആനോഡ്, ആക്സിലറേറ്റിംഗ് ആനോഡ്. ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഒരു എന്താ പറയാ CROന്റെ ഇലക്ട്രോൺ ഗൺ എന്ന് പറയുന്ന സെറ്റ്. നമ്മളത് മുന്നത്തെ സ്ലൈഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോൺ ഗണ്ണിന്റെ പടങ്ങളൊക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായി. അതായത് ഇലക്ട്രോൺ ഗൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ചേർന്നതാണ് അതിന്റെ ഇലക്ട്രോൺ ഗൺ എന്ന് പറഞ്ഞത്. ഈ ഹീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു കൺട്രോൾ ഗ്രിഡ് ഉണ്ട്, ഒരു ഫോക്കസിംഗ് ആനോഡ് ഉണ്ട്, ആക്സിലറേറ്റിംഗ് ആനോഡ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മുടെ ഇലക്ട്രോൺ ഗണ്ണിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. It has got a heater, a cathode, a control grid, a pre-accelerating anode, a focusing anode and an accelerating anode. ഇതെല്ലാം കൂടെ ചേർന്നതാണ് അതിന്റെ ഇലക്ട്രോൺ ഗൺ എന്ന് പറയുന്നത്. ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ, as we have told so many times before, it has got a vertical deflection plate and a horizontal deflection plate. Vertical deflection plate നെ Y plate എന്ന് വിളിക്കും, horizontal deflection plate നെ X plate എന്ന് വിളിക്കും. പിന്നെ എന്താ ഉള്ളത്? ഒരു ഫ്ലൂറസൻ സ്ക്രീൻ ഉണ്ട്. ആ ഫ്ലൂറസൻ സ്ക്രീനിന്റെ ഉൾവശത്ത് നമ്മൾ ഫോസ്ഫർ ക്രിസ്റ്റൽ വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫോസ്ഫർ ആണ് നമ്മുടെ അതിന്റെ മുകളിൽ വീഴുന്ന ഇലക്ട്രിക്കൽ എനർജീനെ ഒരു ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഫോസ്ഫറിന്റെ കോട്ടിംഗ് കൊണ്ടാണ് നമുക്ക് ആ ഫ്ലൂറസൻ സ്ക്രീനിന്റെ മുകളിൽ അത് കൺവേർഷൻ നടന്നിട്ട് ഒരു ഫ്ലൂറസെന്റ് ആയിട്ടുള്ള ഒരു പച്ച കളറൊക്കെ, പച്ചെന്ന് ഞാൻ പറഞ്ഞു, യൂഷ്വലി ഗ്രീൻ കളർ ഒരു ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നത്. ദെൻ ഗ്ലാസ് എൻവലപ്പ്. ഇതിന്റെ മുകളിൽ നമുക്കൊരു സ്ക്രീനർ കവർ ചെയ്യാനായിട്ട് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് എൻവലപ്പ് ഉണ്ടായിരിക്കും. പിന്നെ ഇതെല്ലാം കൂടെ വെച്ചിരിക്കുന്ന ഒരു ബേസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ആ ബ്ലോക്ക് ഡയഗ്രാം ആണ് CROന്റെ. അപ്പൊ നമ്മൾ CROന്റെ ഫിഗർ ചോദിച്ചാൽ 2 ഫിഗറായി നമുക്ക് കിട്ടാം. 2 ഫിഗർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് 2 ഫിഗർ എന്ന് ഉദ്ദേശിക്കുന്നത്? ആദ്യം നമ്മൾ ഈ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഒക്കെ കാണിച്ച ഒരു ഫിഗർ, പിന്നെ അതൊരു ബ്ലോക്ക് ഡയഗ്രം ആയിട്ട് കാണിക്കുന്ന ഒരു ഫിഗർ. രണ്ടും ചേർന്നിട്ട് നമുക്ക് ഒരു 10 മാർക്കിന്റെ ചോദ്യം, 14 മാർക്കിന്റെ ചോദ്യം കേട്ട് ചോദിച്ചാൽ ഈ ഫിഗറും വരയ്ക്കണം, അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്ന ആ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കണം. ഇനി അതെല്ലാം ബ്ലോക്ക് ഡയഗ്രം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വെച്ചാൽ ബ്ലോക്ക് ഡയഗ്രം മാത്രം വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ എന്താ പറയാ, ഈ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പോർഷന്റെ ഡിഫ്ലക്ഷനുണ്ട്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള പോർഷന്റെ ഡിഫ്ലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റിനോട് ചേർന്നിട്ട് വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റിനോട് ചേർന്നിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുള്ളത്? നമുക്കൊരു വെർട്ടിക്കൽ അറ്റീനുവേറ്റർ ഉണ്ട്, നമുക്ക് വേണ്ട ലെവലിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട്. ഒരു വെർട്ടിക്കൽ ആംപ്ലിഫയർ ഉണ്ട്, ഒരു ഡിലേ ലൈൻ ഉണ്ട്, അതിന് നമ്മൾ വെർട്ടിക്കൽ പ്ലേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയുള്ളത്? ഒരു വെർട്ടിക്കൽ അറ്റീനുവേറ്റർ ഉണ്ട്, ഒരു വെർട്ടിക്കൽ ആംപ്ലിഫയർ ഉണ്ട്, ഡിലേ ലൈൻ ഉണ്ട്. ഈ സെറ്റൊക്കെ കൂടി നമ്മളൊരു അതിന്റെ വെർട്ടിക്കൽ പ്ലേറ്റ്സിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലേറ്റിലേക്ക് കൊടുക്കണം എന്താ? നമുക്ക് ഇവിടെ നിന്നുള്ള വെർട്ടിക്കൽ അറ്റീനുവേറ്ററിന്റെ അവിടെ നിന്ന് സിഗ്നലിന്റെ പോർഷൻ എടുത്തിട്ട് സാമ്പിൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈം ബേസ് ജനറേറ്റർ ഉണ്ട്, പിന്നെ അവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ഉണ്ട്. ഈ ഒരു സെറ്റൊക്കെ പാടെ ചേർത്തിട്ട് നമ്മൾ ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ നമുക്കത് കൂടാതെ അതിന്റെ മുകളിൽ ഒരു ടൈം പെർ ഡിവിഷൻ, നമുക്ക് എത്ര ടൈം ഒരു ഡിവിഷനിൽ എത്രയാണ് വരുന്നത് എന്നുള്ള ഒരു സ്കെയിലിംഗ് കാണിക്കുന്ന ഒരു നോബ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഒരു ട്രിഗറിംഗ് കൊടുക്കാനായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ട്രിഗറിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ടൈം പെർ ഡിവിഷൻ ആണ് നമ്മുടെ X ആക്സിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് വോൾട്ട് പെർ ഡിവിഷൻ ആണ് Y ആക്സിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെ? നമ്മൾ X ആക്സിൽ ടൈം ആണ് കാണിക്കുന്നുണ്ടാവുക, Y ആക്സിൽ കാണിക്കുന്നത് വോൾട്ടേജ് ആണ്. അതുകൊണ്ടാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിനോട് ചേർന്നിട്ട് നമുക്ക് വോൾട്ട് പെർ ഡിഫ്ലക്ഷന്റെ നോബും ഇവിടെ നമുക്ക് ടൈം പെർ ഡിവിഷന്റെ നോബും കാണിച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ നമുക്കൊരു ഇലക്ട്രോൺ ഗൺ ഉണ്ട്. ആ ഇലക്ട്രോൺ ഗണ്ണിനോട് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ബ്ലാങ്കിങ് സർക്യൂട്ട്, നമുക്ക് അതിന് എന്തെങ്കിലും അറേഞ്ച്മെന്റ് കൊടുക്കണം എന്ന് വെച്ചാൽ അതിന് വേണ്ടി നമ്മളൊരു ബ്ലാങ്കിങ് സർക്യൂട്ടും കൂടെ ഇലക്ട്രോൺ ഗണ്ണിലേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു അറേഞ്ച്മെന്റ് മൊത്തമായിട്ട് നമ്മൾ ആ CRTയിലേക്ക് കൊടുക്കുന്ന ഒരു ഹൈ വോൾട്ടേജ് ഹൊറിസോണ്ടലും അതുപോലെ തന്നെ ഹൈ വോൾട്ടേജും ഒരു ലോ വോൾട്ടേജും നമുക്ക് ഇതിലേക്ക് കൊടുക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ്, ഒരു പവർ സപ്ലൈയുടെ അറേഞ്ച്മെന്റ് ഉണ്ട്. പിന്നെ നമ്മുടെ കാഥോഡ് റേ ട്യൂബ്.
അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് എന്തൊക്കെ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ പോർഷനും നമ്മുടെ ഒരു വൈ ഇൻപുട്ട് നമ്മൾ പറഞ്ഞു ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. വൈ ഇൻപുട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ CROന്റെ ഒരു മെയിൻ ഇൻപുട്ട്. അതിലേക്കാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തിട്ടുണ്ടാവുക. ഒരു വെർട്ടിക്കൽ അറ്റീനുവേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു വോൾട്ടേജ് ഡിവൈഡർ ആണ്, ഒരു RC വോൾട്ടേജ് ഡിവൈഡർ ആണ്. അതിനകത്ത് നമ്മൾ ഒരു വോൾട്ട് പെർ ഡിവിഷൻ കൺട്രോൾ നോബ് ഉണ്ടായിരിക്കും ആ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ. അത് ഗെയിൻ ഓഫ് ദ CRO നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംപ്ലിഫയർ ഉണ്ട്. ഒരു മെയിൻ വെർട്ടിക്കൽ ആംപ്ലിഫയറും ഒരു പ്രീ ആംപ്ലിഫയറും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ വെർട്ടിക്കൽ ആംപ്ലിഫയർ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗെയിൻ ഓഫ് ദ വെർട്ടിക്കൽ ആംപ്ലിഫയറിനെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ദെൻ ഡിലേ സർക്യൂട്ട്സ്. ഡിലേ നമുക്ക് അതിനകത്ത് നമ്മളൊരു ഡിലേ സർക്യൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗണ്ണിന്റെ ഒപ്പം നമ്മളൊരു ഡിലേ സർക്യൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ, നമ്മളോട് ഒരു ഡിലേ ലൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡിലേ സർക്യൂട്ട് ഡിലേസ് ദ സ്ട്രൈക്കിംഗ് ഓഫ് ദ ഇലക്ട്രോൺ ബീം ഓൺ ദ സ്ക്രീൻ. നമുക്ക് എന്തെങ്കിലും ഒരു ഡിലേ വേണമെന്ന് വെച്ചാൽ ആ ഡിലേ സഫീഷ്യന്റ് ആയിട്ടുള്ള ഡിലേ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് ഡിലേ സർക്യൂട്ട് ഉള്ളത്. നമുക്കത് സ്ക്രീനിന്റെ മുകളിലുള്ള ബീമിന്റെ അറൈവലിന് സിങ്ക്രണൈസ് ചെയ്യും. എപ്പോ ടൈം ബേസ് ജനറേറ്റർ നമുക്ക് ആ ഹൊറിസോണ്ടൽ സ്വീപ്പിംഗ് തുടങ്ങുന്ന സമയത്ത് രണ്ടും തമ്മിൽ സിങ്ക്രണൈസ്ഡ് ആവാനായിട്ട് ഒരേ സമയത്ത് രണ്ടും തമ്മിൽ അവിടെ തമ്മിൽ കൂട്ടിമുട്ടാൻ വേണ്ടിയിട്ടാണ് ഡിലേ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ട്രിഗറിംഗ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രിഗറിംഗിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it takes the sample of the input voltage connected to the Y input of the CRO and feeds to the input time based generator. ടൈം ബേസ് ജനറേറ്ററിലേക്ക് അതിനെ ഫീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രിഗറിംഗ് സർക്യൂട്ട് നമുക്ക് Y സിഗ്നലിൽ പ്രസന്റ് ആവുന്ന സമയത്ത് മാത്രം കൊടുക്കുന്ന രീതിയിലാണ് അറേഞ്ച്മെന്റ് അതിന് കൊടുത്തിട്ടുള്ളത്. ഇനി ടൈം ബേസ് ജനറേറ്റർ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു സോട്ടൂത്ത് വേവ്, ഇങ്ങനെ ഒരു സോട്ടൂത്ത് വേവ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. നമുക്കതിന്റെ ആ ഒരു മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹൊറിസോണ്ടൽ മൂവ്മെന്റിനെ ആ ഒരു സ്വീപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ടൈം ബേസ് ജനറേറ്റർ കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ടൈം പെർ ഡിവിഷന്റെ ഒരു കൺട്രോൾ നോബ് ഉണ്ടായിരിക്കും. ടൈം പെർ ഡിവിഷന്റെ ഒരു കൺട്രോൾ നോബ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്കൊരു ഇൻറ്റ് ബാർ എക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്വിച്ച് ഉണ്ടായിരിക്കും. നമ്മുടെ അത് ട്രിഗറിംഗ് സർക്യൂട്ടിന്റെ ഒരു ഔട്ട്പുട്ടിലേക്കാണ് കൊടുത്തിട്ടുണ്ടാവുക. രണ്ട് പൊസിഷനാണ് നമുക്ക് അതിനുള്ളത്. ഇൻറ്റ് പൊസിഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. എക്സ് പൊസിഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു എക്സ്റ്റേണൽ സിഗ്നൽ വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, ഒരു എക്സ്റ്റേണൽ സിഗ്നലിലേക്ക് കൊടുക്കുന്ന പോലെ. അതുപോലെ തന്നെ ഒരു ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് പവർ സപ്ലൈ ഉണ്ടായിരിക്കും. നമുക്ക് ഹൈ വോൾട്ടേജ് പവർ സപ്ലൈ അതിന്റെ CRTയുടെ ഇലക്ട്രോഡ്സിലേക്ക് കൊടുക്കാനും ലോ വോൾട്ടേജ് പവർ സപ്ലൈ നമ്മുടെ ആ CROന്റെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിലേക്ക് കൊടുക്കാനാണ്. അതായത് എന്താ പറയാ, നമ്മുടെ കാഥോഡ് റേ ട്യൂബിന്റെ മുകളിൽ ഇലക്ട്രോഡ്സിലേക്ക് കൊടുക്കാനായിട്ട് ഒരു ഹൈ വോൾട്ടേജ് സപ്ലൈ ഉപയോഗിക്കും. അതുപോലെ ലോ വോൾട്ടേജ് സപ്ലൈ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സിലേക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആംപ്ലിഫയർ ഉണ്ട്, ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ഉണ്ട്. നമുക്ക് ആ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ നമുക്ക് ആ സോട്ടൂത്ത് വേവിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ അതിന്റെ ഒരു ഫേസ് ഇൻവെർട്ടർ സർക്യൂട്ട് നമുക്ക് അതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഫേസ് ഇൻവെർട്ടർ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താണത്, ഒരു വൺ ഔട്ട്പുട്ട് പ്രൊഡ്യൂസസ് എ പോസിറ്റീവ് ഗോയിങ് സോട്ടൂത്ത് ആൻഡ് അതർ വൺ പ്രൊഡ്യൂസസ് എ നെഗറ്റീവ് ഗോയിങ് സോട്ടൂത്ത്. നമുക്ക് ഒരു ഔട്ട്പുട്ട് കൊണ്ട് ഒരു പോസിറ്റീവ് സോട്ടൂത്തും മറ്റതുകൊണ്ട് ഒരു നെഗറ്റീവ് സോട്ടൂത്തും ഉണ്ടായിരിക്കും. അത് എവിടെയാണ്? പോസിറ്റീവ് സോട്ടൂത്ത് നമുക്ക് റൈറ്റ് സൈഡിലോട്ടും, പോസിറ്റീവ് സോട്ടൂത്ത് റൈറ്റ് സൈഡിലോട്ടും, അതുപോലെ നെഗറ്റീവ് സോട്ടൂത്ത് ലെഫ്റ്റ് സൈഡിലോട്ടും കണക്ട് ചെയ്തിട്ടുള്ള ഹൊറിസോണ്ടൽ പ്ലേറ്റ് വരെയാണ് നമുക്ക് ആ മൂവ്മെന്റ് നടക്കുന്നത്. അതുപോലെ ബ്ലാങ്കിങ് സർക്യൂട്ടിന് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എന്തെങ്കിലും ഒരു റീട്രേസ് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ടാണ് നമുക്ക് ബ്ലാങ്കിങ് സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ സ്ക്രീനിന്റെ മുകളിൽ സ്പോട്ടിന്റെ മൂവ്മെന്റ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മൂവ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നെഗറ്റീവ് വോൾട്ടേജ് നമുക്ക് TGB കൊണ്ടാണ് യൂഷ്വലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് അതുപോലെ അതിന് നമ്മൾ ഒരു CRTയുടെ കൺട്രോൾ ഗ്രിഡിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഇലക്ട്രോൺ ബീമിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, CRTയുടെ കൺട്രോൾ ഗ്രിഡിലേക്ക് കൊടുത്തിട്ടുണ്ടാവും നമുക്ക് ആ ഇലക്ട്രോൺ ബീമിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിന്റെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിനെ പറ്റി പറയാം. വെർട്ടിക്കൽ ആംപ്ലിഫയർ എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് സിഗ്നൽ സ്ട്രോങ് അല്ലെങ്കിൽ അപ്പൊ നമുക്ക് അതിന് ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സഫീഷ്യന്റ് ഡിഫ്ലക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ്, ഇത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് സിഗ്നൽസ് നമുക്ക് വേണ്ട റേഞ്ചിലേക്ക് മാറ്റണം. നമ്മുടെ വെർട്ടിക്കൽ ആംപ്ലിഫയറിന്റെ റേഞ്ചിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് ഒരു അറ്റീന്യൂറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംപ്ലിഫയറിനെ നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. പിന്നെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് നമുക്ക് സീക്ക് വോൾട്ടേജിനെ ടൈം ബേസ് ജനറേറ്ററിന്റെ മുകളിൽ ടൈം ബേസ് കൊടുക്കാനായിട്ടാണ് ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. വെർട്ടിക്കൽ ആംപ്ലിഫയർ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ആ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിന്റെ മുകളിലേക്ക് എക്സ്റ്റേണൽ സിഗ്നൽസ് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സാധാരണ നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷനിലേക്കാണ് എക്സ്റ്റേണൽ സിഗ്നൽ കൊടുക്കണേന്ന് പറഞ്ഞു. ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷനിലേക്ക് നമുക്ക് എക്സ്റ്റേണൽ സിഗ്നൽ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ വഴിയാണ് അത് കൊടുക്കുക.
പിന്നെ നമുക്ക് സ്വീപ്പ് ജനറേറ്റർ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഇന്റേണൽ പൊസിഷൻ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. When the sweep generator switch is in the internal position, horizontal amplifier receives an input from the sawtooth sweep generator. Okay. എന്താ പറയുക, സ്വീപ്പ് സെലക്ടർ സ്വിച്ച് ഇന്റേണൽ പൊസിഷനിലാവുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ആ സോട്ടൂത്ത് നിന്ന് ഒരു ഇൻപുട്ട് റിസീവ് ചെയ്യും. ആ സോട്ടൂത്തിനെ ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ സിങ്ക്രണൈസിങ് ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ 2 പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ഇന്റേണൽ പൊസിഷനും എക്സ്റ്റേണൽ പൊസിഷനിലും. ഇന്റേണൽ പൊസിഷനിൽ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ TGB എന്നാണ് സിഗ്നൽ കിട്ടുക. അതുപോലെ തന്നെ എക്സ്റ്റേണൽ പൊസിഷനിലാണെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ സോഴ്സ് എന്നാണ് ട്രിഗർ കൊടുത്തിട്ടുണ്ടാവുക. ഇനി നമുക്ക് 4 ടൈപ്പ് സ്വീപ്പ് ഉണ്ട്. സ്വീപ്പ് നമ്മൾ സ്വീപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ടൈപ്പ് സ്വീപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് 4 ടൈപ്പ് സ്വീപ്പ്? ഫ്രീ റണ്ണിംഗ് ഓർ റെക്കറന്റ് സ്വീപ്പ്, ട്രിഗേർഡ് സ്വീപ്പ്, ഡ്രിവൺ സ്വീപ്പ്, നോൺ സോട്ടൂത്ത് സ്വീപ്പ്. ഏതൊക്കെയാണുള്ളത്? ഫ്രീ റണ്ണിംഗ് ഓർ റെക്കറന്റ് സ്വീപ്പ്, അതുപോലെ തന്നെ ട്രിഗേർഡ് സ്വീപ്പ്, ഡ്രിവൺ സ്വീപ്പ്, നോൺ സോട്ടൂത്ത് സ്വീപ്പ്. ഓക്കെ. ഫ്രീ റണ്ണിംഗ് അല്ലെങ്കിൽ റിക്കറന്റ് സ്വീപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സോട്ടൂത്ത് വേവ് ഫോം നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഓരോ സ്വീപ്പും നമ്മുടെ പ്രീവിയസ് സ്വീപ്പ് ടെർമിനേറ്റ് ചെയ്തിട്ടാണ് ജനറേറ്റ് ചെയ്യുക. ഓരോ സ്വീപ്പും ഒരു പ്രീവിയസ് സ്വീപ്പ് ടെർമിനേറ്റഡ് ആവുമ്പോഴാണ് അടുത്ത സ്വീപ്പ് ജനറേറ്റ് ആവുന്നത്. അതുപോലെ ട്രിഗേർഡ് സ്വീപ്പ് എന്ന് ഉദ്ദേശിക്കുന്നു നമുക്ക് പീരിയോഡിക് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീപ്പ് സർക്യൂട്ട് ഇനോപ്പറേറ്റീവ് ആയിട്ടിരിക്കും. അതായത് സംടൈംസ് ദ വേവ് ഫോം ടു ബി ഒബ്സർവ്ഡ് മേ നോട്ട് ബി പീരിയോഡിക്, സോ ഇറ്റ് ഇസ് ഡിസൈഡ് ദാറ്റ് ദ സ്വീപ്പ് സർക്യൂട്ട് റിമെയിൻ ഇനോപ്പറേറ്റീവ് ആയിട്ടിരിക്കാം. അപ്പോൾ സമയത്താണ് നമുക്ക് എന്താ ഉണ്ടാവുന്നത്? സ്വീപ്പ് ഇനീഷ്യേറ്റഡ് ബൈ ദ വേവ് ഫോം അണ്ടർ എക്സാമിനേഷൻ ഓർ ബൈ ആൻ എക്സ്റ്റേണൽ സോഴ്സ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ട്രിഗേർഡ് സ്വീപ്പ് ഉപയോഗിക്കും. ഇനി ഡ്രിവൺ സ്വീപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് സ്വീപ്പ് ഫ്രീ റണ്ണിംഗ് അല്ലെങ്കിൽ റെക്കറന്റ് ആണ്, പക്ഷെ സിഗ്നൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് ഒരു സിഗ്നൽ വെച്ചിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡ്രിവൺ സ്വീപ്പ് എന്ന് വിളിക്കും. ഇനി നോൺ സോട്ടൂത്ത് സ്വീപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് 2 വോൾട്ടേജ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിലാണ് നമ്മൾ നോൺ സോട്ടൂത്ത് സ്വീപ്പ് ഉപയോഗിക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു സാധനമാണ് XY മോഡും ലിസാജസ് പാറ്റേൺ. നമ്മുടെ CROനെ നമ്മൾ XY മോഡിൽ കിട്ടുക കഴിഞ്ഞാൽ നമുക്ക് സാധാരണയിൽ കിട്ടുന്ന ഒരു സാധനമാണ് അതിന്റെ ലിസാജസ് പാറ്റേൺ എന്ന് പറയുന്നത്. Patterns that appear on the screen of the CRT when the sinusoidal voltages are simultaneously applied to horizontal and vertical plate. നമ്മളതിന്റെ ഹൊറിസോണ്ടൽ പ്ലേറ്റിലേക്കും വെർട്ടിക്കൽ പ്ലേറ്റിലേക്കും ഒരു സൈനസോയിഡൽ വോൾട്ടേജ് അപ്ലൈ ആണെങ്കിൽ നമുക്ക് ആ CRT സ്ക്രീനിന്റെ മുകളിൽ കിട്ടുന്നത് ഒരു ലിസാജസ് പാറ്റേൺ ആയിരിക്കും. 2 സൈനസോയിഡൽ സിഗ്നൽ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം. നമ്മുടെ എക്സ് പ്ലേറ്റിലേക്കും വൈ പ്ലേറ്റിലേക്കും 2 സൈനസോയിഡൽ ആയിട്ടുള്ള സിഗ്നൽസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ പ്രത്യേകത? രണ്ടും ഇൻ ഫേസ് ആയിട്ടുള്ള വേവ് ഫോംസ് ആണ്, അതുപോലെ തന്നെ ഈക്വൽ വോൾട്ടേജ് ആണ്. എല്ലാം വളരെ സിമിലർ ആയിട്ടുള്ള 2 വേവ് ഫോംസ് ആണ് എക്സ് പ്ലേറ്റിലേക്കും വൈ പ്ലേറ്റിലേക്കും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമ്മുടെ ആ CROന്റെ സ്ക്രീനിന്റെ മുകളിൽ കിട്ടുന്നുണ്ടാവും. അതേസമയം ഇവർ തമ്മിലൊരു ഫേസ് ഡിഫറൻസും അല്ലെങ്കിൽ ഇവർ തമ്മിൽ മാഗ്നിറ്റ്യൂഡിലെ ഡിഫറൻസും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഷേപ്പിന് ഒരു സ്ട്രെയിറ്റ് ലൈൻ തൊട്ടിട്ട് അതിങ്ങനെ മാറി ഒരു വട്ടം പോലെയാവും, തിരിച്ച് വീണ്ടും മുട്ട പോലെയായിട്ട് വീണ്ടും തിരിച്ചു ഒരു വര പോലെയാവും. ഈ ഒരു മാറ്റാണ് അടുത്ത് നമ്മൾ കാണിക്കാം. ഇപ്പൊ നമ്മൾ രണ്ടും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 2 ഈക്വൽ വോൾട്ടേജും അതായത് 2 ഈക്വൽ വോൾട്ടേജസ് ഓഫ് ഈക്വൽ ഫ്രീക്വൻസി, പക്ഷെ 2 പേരും തമ്മിൽ ഒരു ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഇവിടെ 90 ഡിഗ്രി ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയത് ഒരു വട്ടമാണ്. നേരത്തെ നമുക്ക് ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഇല്ലാണ്ട് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, പക്ഷെ ഫേസ് ഡിഫറൻസ് ഒരു 90 ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സർക്കിൾ ആണ്. ഓക്കെ. ഇനി അതിന്റെ പല ലിസാജസ് പാറ്റേൺ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന സൈനസോയിഡൽ വോൾട്ടേജ് മാറുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന പാറ്റേൺ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് ഒരു പ്ലേറ്റിൽ ഇപ്പോൾ ഇവിടെ ഫിക്സഡ് ആക്കി വെച്ചിട്ടുണ്ട്, മറ്റേ പ്ലേറ്റിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതായത് എന്താ പറയാ ആ മോഡിൽ കിടന്ന് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ലിസാജസ് പാറ്റേണും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. ഓരോ ഓഫ്സെറ്റ് ഓരോ ആംഗിൾ അനുസരിച്ച് ഇത് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ രണ്ടും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. ഫേസ് ചേഞ്ച് ചെയ്യുന്നത് 0 to 180 വരെ ഫേസ് ചേഞ്ച് ചെയ്യുന്ന ഒരു മോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാം. പല ആംഗിളും പല ഫേസും വരുന്ന സമയത്ത് എന്താ വരുന്നത്. ദാറ്റ് യു വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഓൾ.